നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. എന്തൊരു രാത്രിയാണ് ഇന്നലെ കടന്നുപോയത്. പുലർച്ചെ 12:30 ബയേൺ മ്യൂണിക്കും റിയൽ മാഡ്രിഡും ഗംഭീര കളി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഗംഭീര കളി. എല്ലാം ഉണ്ടായിരുന്നു. ഡ്രാമയുണ്ടായിരുന്നു, ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. വല്ലാത്തൊരു കളിയായിരുന്നു. ഈ സീസണിലെ ഏറ്റവും മികച്ച കളികളിലൊന്നാണ്, യൂറോപ്പിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കളികളിലൊന്നാണ്. ഒരു ക്ലാസിക് എന്ന് തന്നെ പറയാവുന്ന ഒരു കളിയാണ്. എല്ലാ അർത്ഥത്തിലും രണ്ട് വൻ ഹെവി വെയ്റ്റുകൾ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ബയേൺ മ്യൂണിക്ക് അവസാന നിമിഷ ഗോളുകളിലൂടെ റയൽ മാഡ്രിഡിനെ പുറത്താക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അസാധാരണമായ കളിയായിരുന്നു. 4-3 ആ കളി ബയേൺ ജയിച്ചത്. ആദ്യപാദ മത്സരത്തിൽ 2-1 ബയേൺ ജയിച്ചിരുന്നു. അങ്ങനെ 2 പാദ മത്സരങ്ങളിലും റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് 6-4 എന്ന അഗ്രഗേറ്റിൽ ആണ് ബയേൺ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഉജ്ജ്വലമായ കളിയായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കളിയായിരുന്നു റയൽ മാഡ്രിഡിൻ്റെയും ബയേൺ മ്യൂണിക്കിൻ്റെയും. ബയേണിന് വേണ്ടിയിട്ട് അവർ പാവ്ലോവിച്ചും ഡയസും ഹാരി കെയ്നും ഒലീസി ഒക്കെ ഗോളടിച്ചു. ഇവരുടെ ഗോൾ, റയൽ മാഡ്രിഡിൻ്റെ ഗോളർ 2 ഗോൾ അടിച്ചു. കിലിയൻ എംബാപ്പെ, അവരുടെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഗോളടിച്ചു. അങ്ങനെ 3. അപ്പോൾ കളിയിലെ 2 ടീമുകളിലെയും സൂപ്പർ താരങ്ങൾ ഹാരി കെയ്നും കിലിയൻ എംബാപ്പയും ഗോളടിച്ചു. കളിയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് 86ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡിൻ്റെ കാമാവിംഗയ്ക്ക് റഫറി ചുവപ്പ് കാർഡ് കാണിച്ചതാണ്. നേരത്തെ തന്നെ മഞ്ഞക്കാർഡ് കിട്ടി ബുക്ക് ചെയ്യപ്പെട്ടിരുന്ന കാമാവിംഗെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം ആ ശ്രദ്ധ കൊടുത്തില്ല. അതിൻ്റെ ഫലമായിട്ടാണ് റെഡ് കാർഡ് കിട്ടി പുറത്തുപോയി. 86ാമത്തെ മിനിറ്റിലാണ്. തുടർന്ന് 2 ഗോളുകളാണ് അടുത്ത 89-91 മിനിറ്റുകളിലായിട്ട് അടിച്ചു കൂട്ടിയത് ബയേൺ മ്യൂണിക്ക്. ഡയസും ഒലീസയും തുടർച്ചയായ മിനിറ്റുകളിൽ ഗോളടിച്ചു. അങ്ങനെ ഭയങ്കരമായ ഒരു വളരെ ലൈറ്റ് ട്വിസ്റ്റ് ഉണ്ടായി കളിക്ക്. 86ാമത്തെ മിനിറ്റിൽ ചുവപ്പ് കാർഡ് കിട്ടുന്നു. നേരെ എതിർ ടീം 10 പേരിലേക്ക് ഒതുങ്ങിയ ടീമിനെ എതിരെ 2 ഗോളടിക്കുന്നു. വെറും 5 മിനിറ്റിനുള്ളിൽ 2 ഗോളടിക്കുന്നു. അങ്ങനെ കയ്യിലിരുന്ന കളി റയൽ മാഡ്രിഡിൻ്റെ പോകുന്നു. അപ്പോൾ അങ്ങനെ അതിഗംഭീരമായ അസാധാരണമായ ഫുട്ബോൾ ആരാധകരെല്ലാം ആസ്വദിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. അത്തരത്തിൽ ഗംഭീരമായ കളിയായിരുന്നു. കളി കഴിഞ്ഞ് ഫുൾ ടൈമും കഴിഞ്ഞ് റയൽ മാഡ്രിഡിൻ്റെ കളിക്കാർ റഫറിയെ ചോദ്യം ചെയ്തപ്പോൾ അതിലിടപെട്ടതിന് ബയേൺ മ്യൂണിക്കിൻ്റെ ഗോളറിനും റെഡ് കാർഡ് കിട്ടി കളി കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും നാടകീയമായിരുന്നു കളി. ഇനി മറ്റൊരു ക്വാർട്ടർ ഫൈനലിൻ്റെ 2ാം പാദത്തിൽ ആഴ്സണലും സ്പോർട്ടിംഗ് സിറ്റിയും തമ്മിലുള്ള കളി മിക്കവാറും ഒക്കെ വിരസമായിരുന്നു എന്ന് പറയാതെ വയ്യ. കളിയിൽ ഗോളൊന്നും വീണില്ല. ആദ്യ പാദ മത്സരത്തിൽ 1-0 ആഴ്സണൽ ജയിച്ചിരുന്നു. അതിൻ്റെ ബലത്തിൽ അവർ സെമിഫൈനലിലെത്തി. 2ാം പാദ മത്സരത്തിൽ ഇരു ടീമുകളും ഗോളടിച്ചില്ല. അങ്ങനെ അഗ്രഗേറ്റിൽ 1-0 എന്ന അഗ്രഗേറ്റിൽ ആഴ്സണൽ സെമിഫൈനലിലെത്തി. അപ്പോൾ ഇനി ആഴ്സണൽ സെമിഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ് നേരിടുക. അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സലോണയെ തോൽപ്പിച്ച് സെമിഫൈനലിലെത്തിയതാണ്. അപ്പുറത്ത് ബയേൺ മ്യൂണിക്ക് PSG നേരിടും. PSG ലിവർപൂളിനെ തോൽപ്പിച്ചിട്ടാണ് സെമിഫൈനലിലെത്തിയത്. എന്തായാലും അതിഗംഭീരമായ സെമിഫൈനലുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇനി 2 സെമിഫൈനലുകളും ഉണ്ട്, ഫൈനലുണ്ട്. അപ്പോൾ ഇനിയും ഫുട്ബോൾ ആരാധകരെ മുഖം മൂടിയിട്ട് ആക്രമിക്കുന്ന രാത്രികളാണ് വരാൻ പോകുന്നത്. അത് നമുക്ക് കാത്തിരിക്കാം.